പപ്പാസ് ചോയ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ കുടംപുളി ലേഹ്യം ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടി കുടംപുളി എടുത്തിട്ടുണ്ട് 250 ഗ്രാം, 1 കിലോ കരിപ്പെട്ടി, അങ്ങാടി മരുന്ന്, കൽക്കണ്ടം, കൂവപ്പൊടി, പിന്നെ ശകലം അങ്ങാടിപ്പൊടി, ഇതെല്ലാം എടുത്തിട്ടുണ്ട്. നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം കുടംപുളി നമുക്ക് കഴുകി വൃത്തിയാക്കി തിളപ്പിച്ച് ഊറ്റിയെടുക്കണം. അതിന് വേണ്ടി ഇത് കഴുകി വൃത്തിയാക്കി വെള്ളം ഒഴിച്ച് വേഗം വെക്കുക. വെന്ത് കഴിഞ്ഞിട്ട് നമുക്കിത് നന്നായിട്ട് ഊറ്റിയെടുത്ത് ഇതിൻ്റെ സത്ത് മാത്രമേ എടുക്കത്തുള്ളൂ, കുടംപുളി മാറ്റും. കുടംപുളി ലേഹ്യം അമിത വയറ് കുറയ്ക്കാനും അമിത വണ്ണം കുറയ്ക്കാനും നല്ലതാണ്. അതിന് ആർക്കും, ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും എല്ലാം കഴിക്കാം. ഇത് തിളപ്പിച്ച് ഊറ്റി എടുത്തിട്ട് വേണം നമ്മൾ ഇത് ലേഹ്യം ഉണ്ടാക്കാൻ. അതിന് കരിപ്പെട്ടി നമ്മൾ ഉരുക്കിയെടുത്ത്, കരിപ്പെട്ടിയാണ് എടുക്കേണ്ടതിന്. അതിന് അങ്ങാടി മരുന്നെല്ലാം കൂടെ ഒന്ന് പൊടിച്ചെടുക്കണം. അതിൻ്റെ കൂടെ കൽക്കണ്ടവും ചേർത്ത് പിടിക്കും. ഞാൻ 2 കഷ്ണം മഞ്ഞളും കൂടി ഇട്ടിട്ടുണ്ട്. മഞ്ഞൾ എപ്പോഴും നല്ലതാണ്. അതും കൂടെ എല്ലാം ഇട്ട് അതൊന്ന് പൊടിച്ചെടുക്കണം. കുടംപുളി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. തിളച്ചെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. അത് നമുക്ക് ഊറ്റി മാറ്റണം. പിന്നെ കരിപ്പെട്ടി അതിനെടുക്കുന്ന ആ കരിപ്പെട്ടി നമുക്ക് ഉരുക്കിയെടുക്കണം. ഉരുക്കിയെടുത്തിട്ട് നമുക്ക് ഇത് മൺചട്ടിയിലാണ് ഞാനിത് തയ്യാറാക്കുന്നത്. ഉരുളിയിൽ തയ്യാറാക്കിയ ക്ലാവറങ്ങും, അതുകൊണ്ട് മൺചട്ടിയിൽ തന്നെ തയ്യാറാക്കുന്നത് എപ്പോഴും നല്ലത്. കരിപ്പെട്ടി കലക്കി തെളിച്ച് ഉരുക്കിയെടുത്തിട്ടുണ്ട്. അത് ഊറ്റി നമുക്ക് ഇതിലോട്ട് ചേർത്ത് സ്റ്റവ് ഓണാക്കാം. ഇത് ശർക്കര കരിപ്പെട്ടി നന്നായിട്ടൊരു പാനിയായി വരുമ്പോഴേ കുടംപുളിയുടെ ചാറ് ചേർക്കത്തുള്ളൂ. അത് തിളയ്ക്കുന്നവരെ നമുക്കിത് വെയിറ്റ് ചെയ്യാം. ഏത് സമയത്ത് എപ്പോൾ വേണേലും ഇത് കഴിക്കാവുന്ന ഒരു മരുന്നാണിത്. വണ്ണം കുറയാനും വയറ് കുറയാനും ഒക്കെ നല്ലതാണ്. കരിപ്പെട്ടി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തിളപ്പിച്ച് ഊറ്റി വെച്ചേക്കുന്ന കുടംപുളിയുടെ ചാറ് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് എന്നിട്ട് ഇളക്കി കൊടുക്കാം. ഇത് തിളച്ചൊന്ന് വറ്റി വന്നിട്ട് വേണം നമ്മൾ പൊടിച്ച് വെച്ചേക്കുന്ന അങ്ങാടിപ്പൊടി, അങ്ങാടി മരുന്നെല്ലാം ചേർക്കേണ്ടത്. ഇത് അധികം ആരും അങ്ങനെ ചെയ്യാറില്ല. പ്രസവിച്ച് കിടന്ന സമയത്ത് ഞാൻ കഴിച്ചിട്ടുണ്ട്. അതിൻ്റെ പേരിലാണ് ഞാനിപ്പോൾ ഇത് ചെയ്യുന്നത്. ഈ ലേഹ്യം തയ്യാറാക്കാനുള്ള ആയുർവേദ മരുന്ന് ഞാൻ അങ്ങാടിക്കടയിൽ ചെന്ന് ചോദിച്ചപ്പോൾ അവർക്ക് അതിനെപ്പറ്റി അറിയത്തില്ല. അവരൊരു വൈദ്യനോട് വിളിച്ച് ചോദിച്ച് വൈദ്യൻ്റെ നിർദ്ദേശപ്രകാരമാണ് എനിക്കിതിൻ്റെ അങ്ങാടി മരുന്നെല്ലാം തന്നു വിട്ടത്. അങ്ങനെ ഞാൻ ഈ കുടംപുളി ലേഹ്യം തയ്യാറാക്കിയത്. പൊടിച്ച് വെച്ചേക്കുന്ന അങ്ങാടി മരുന്നും കൂടെ ഞാൻ ഇതിൽ ചേർത്ത് നമുക്കിനി നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് വറ്റി വരണം. തിളച്ച് തൂകാതെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് വറ്റി കുറച്ച് പാകമായി വന്നതിന് ശേഷം വേണം നെയ്യ് ചേർക്കാൻ. 2 സ്പൂൺ നെയ്യ് ചേർത്ത്. കൂടുതൽ നെയ്യ് ചേർക്കാത്ത നല്ലത്. വണ്ണമുള്ളവർക്ക് വണ്ണം കുറയാൻ കഴിക്കുന്നതിന് നെയ്യ് കൂടുതൽ ചേർക്കാതിരിക്കുന്നത് നല്ലത്. തേങ്ങാപ്പാലിൻ്റെ അകത്തോട്ട് കുറച്ച് കൂവപ്പൊടി, 1 കപ്പ് കൂവപ്പൊടി തേങ്ങാപ്പാലിൻ്റെ അകത്തോട്ട് കലക്കി നമുക്ക് ഈ ലേഹ്യത്തിലോട്ട് ചേർത്ത് കൊടുക്കാം. ഈ കൂവപ്പൊടി ശരീരത്തിനും എല്ലിനും ഒക്കെ ബലം കിട്ടുന്ന സാധനമാണ്. അതുകൊണ്ട് കൂവപ്പൊടി ലേഹ്യത്തിൽ ചേർക്കുന്നത് വളരെ നല്ലതാണ്. ഇന്നത്തെ ആൾക്കാരൊന്നും ഈ ലേഹ്യം കഴിക്കാൻ അപൂർവം ആൾക്കാരെ കഴിക്കാറുള്ളൂ. മടി കാണിക്കുന്നവരാണ് കൂടുതലും. പക്ഷേ ഇതൊക്കെ കഴിക്കുന്ന ശരീരത്തിന് ബലവും ആയുസ്സും ആരോഗ്യവും കിട്ടും. പക്ഷേ അതാരും ചിന്തിക്കുന്നില്ല. എന്നാലും നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ നമ്മൾ കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ലേഹ്യം ഭാഗമായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് അങ്ങാടിപ്പൊടിയാണ്. ഞാൻ അങ്ങാടിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ 2 സ്പൂണ്, ചെറിയ 2 സ്പൂൺ ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൂട്ടി ഇളക്കണം. നന്നായിട്ട് ഇളക്കണം. ഇളക്കി ഇത് വറ്റി വരണ്ട് വന്നിട്ടുണ്ട്. ഇനി അവസാനം ഇതിൽ ചേർക്കുന്നത് തേനാണ്. തേന് വണ്ണം കുറയാനും ഒക്കെ നല്ലതാണ്. ലേഹ്യം വരണ്ട് വന്നിട്ടുണ്ട്. അവസാനം നമുക്ക് ഇതിലേക്ക് തേൻ ഒഴിച്ചു കൊടുക്കാം. ഒരു 50 മില്ലി തേനോളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കിതിന് കൂട്ടി ഇളക്കി ഇനി അടുപ്പിൽ നിന്ന് വാങ്ങാവുന്നതാണ്. തണുത്തതിന് ശേഷം നമുക്കിത് ചില്ലി ഭരണിയിലോ ആക്കി വെക്കാം. ഇത് എത്ര നാളിരുന്നാലും കേടാകത്തില്ല. ഈ മരുന്ന് 3 മാസമെങ്കിലും കഴിച്ചെങ്കിലേ ഇതിൻ്റെ ഫലം കിട്ടത്തുള്ളൂ. കാരണം ആയുർവേദ മരുന്ന് പെട്ടെന്ന് പിടിക്കത്തില്ല. 1-2 മാസം കഴിച്ചിട്ട് ഇത് വണ്ണം കുറഞ്ഞില്ല, വയറ് കുറഞ്ഞില്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് 2-3 മാസം കണ്ടിന്യൂ ആയിട്ട് കഴിക്കണം. വൈകിട്ട് 1 ടീസ്പൂൺ അത്താഴത്തിന് ശേഷം കഴിക്കാവുന്നതാണ്. നിങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.